എല്ലാവർക്കും നമസ്കാരം. ഇത് എവിടെയാണെന്ന് ആർക്കെങ്കിലും അറിയാവോ? ഇതാണ് പാതിരാമണൽ. പാതിരാമണലിൽ ഞങ്ങൾ എങ്ങനെ വന്നു, ആരൊക്കെ ആയിട്ടാണ് വന്നത്, ഇവരെല്ലാവരും ഒരുമിച്ച് വരാനുള്ള കാരണങ്ങൾ എന്താണ്, അതൊന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പൊ 1988 നമ്മൾ എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് സുള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി. കർണാടക, ദക്ഷിണ കർണാടക. ഞങ്ങൾ 3ാമത്തെ ബാച്ചാണ്. KVG കോളേജ്. ഇതിൽ വന്ന ആളുണ്ട്. ഇപ്പൊ മെയിൻ ആയിട്ട് പോയ ആൾക്കാർ ഞങ്ങൾ അവിടെ റോക്ക് ഫോർട്ട് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ താമസിച്ചിരുന്ന വീട്, അപ്പാർട്ട്മെന്റ്. ഇന്നിപ്പോ നമുക്ക് അപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറയുള്ളൂ. അപ്പൊ ആ രീതിയിലൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഞങ്ങൾ താമസിച്ചിരുന്ന ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും, ഓൾമോസ്റ്റ് എല്ലാവരും തന്നെയുണ്ട്. അപ്പൊ അവരെല്ലാവരും കൂടിയാണ് നിങ്ങളുടെ വന്നത്. ഞങ്ങൾ ഇന്നലെ എറണാകുളത്ത് വന്നു, ഒരു ദിവസം മിനിഞ്ഞാന്ന് വന്നു, ഒരു ദിവസം എറണാകുളത്ത് സ്റ്റേ ചെയ്തു. ഇന്ന് നമ്മൾ അതിനുശേഷം ഇന്നലെ ഞങ്ങളൊരു ബോട്ടിങ് അത്യാവശ്യം നല്ലൊരു ബോട്ടിംഗ് ആണ്. നമ്മുടെ ഹൗസ് ബോട്ടാണ്. ബോട്ട് കമ്പനി എന്ന് പറഞ്ഞ ആലപ്പുഴയിലുള്ള മുഹമ്മ നമ്മുടെ ഫ്രണ്ടിൻ്റെ തന്നെയാണ്. നല്ല സർവീസസ് നല്ലതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് രാവിലെ ഞങ്ങൾ ഒരു റൗണ്ടും കൂടി അടിച്ചിട്ട് തിരിച്ചു പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ഞാൻ കുറച്ച് പേരെ പരിചയപ്പെടുത്താം. ഇവർ എവിടെ നിന്ന് വരുന്നു, ഇപ്പോൾ അവർ എന്ത് ചെയ്യുന്നു, ഏത് വർഷം ഉണ്ടായതാണ്, അങ്ങനെയുള്ള ആൾക്കാർ. സന്തോഷ് ഏനാത്ത് അടൂരാണ്. സന്തോഷ് 88 വന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. സന്തോഷിന്റെ ഫാമിലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പ്രത്യേകതയോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. സന്തോഷ് സാധനം വരെ പറഞ്ഞല്ല, ഏനാത്താണ്. സന്തോഷിന് 3 കുട്ടികളാണ്. 3 പെൺകുട്ടികൾ, 3 പെൺകുട്ടികളുടെ ബ്ലസ്ഡ് ആയിട്ടുള്ള അച്ഛനാണ്. പിന്നെ വേറെ ബിസിനസ് ചെയ്യുന്നു, IT ബിസിനസ് ചെയ്യുന്നു. പിന്നെ ഇപ്പൊ ഏനാത്താണ്. ഞങ്ങളുടെ കൂടെയുള്ള ഏറ്റവും സീനിയർ ആയിട്ട് ഞങ്ങളുടെ ബഹുമാന്യനായ ജയ്യമ്പോൾ ആണത്. ജയ്യമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവമാണ് കേട്ടോ. സാധാരണ ഒരു പ്രസ്ഥാനമാണ്. സീനിയർ ആണെങ്കിലും പ്രായം തോന്നിക്കില്ല അല്ലേ? അപ്പൊ അതുകൊണ്ട് ശാരീരികമായിട്ട് ചെറുപ്പക്കാരനാണ്. എന്റെ വീട് കോതമംഗലമാണ്. അതെ, എനിക്ക് ഞാൻ അവിടെ ബിടെക് കഴിഞ്ഞതിന് ശേഷം അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. നിങ്ങൾ അവിടെ തന്നെ പോളിടെക്നിക്ക് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഏറ്റവും ആദ്യം സുള്ളിയിൽ ചെന്നത് താങ്കളാണ്. ഞാനാണ് അതിന്റെ ഒരു തുടക്കം. അതെ, അവിടുത്തെ ഞങ്ങളുടെ പ്രസിഡന്റ്, നമ്മുടെ ഫൗണ്ടർ പ്രസിഡന്റ് വലങ്കയായിരുന്നു. അക്കാഡമി ഓഫ് ലിബറൽ എഡ്യൂക്കേഷന്റെ പ്രസിഡന്റ്, എവിടെയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. പിന്നെ ഞാൻ എന്റെ വിദ്യാഭ്യാസം ഞാൻ ITI ഒഴിച്ച് ബാക്കി എല്ലാ കോഴ്സുകളും പഠിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ട്, പ്രീ ഡിഗ്രി പാസ്സായിട്ടുണ്ട്, BSc ഒരു 1.5 വർഷം പോയി. പിന്നെ എന്റെ വിവരം നന്നായിട്ട് വെക്കുന്നതിനുണ്ട്. അപ്പൊ എന്നെ ഡിപ്ലോമയ്ക്ക് പോളിടെക്നിക് ചേർത്ത് അതുകഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. എന്നിട്ടും തീർന്നില്ല. അപ്പൊ അത് ശരിക്കും മനസ്സിലാവാത്ത കാരണം ബിടെക് പഠിച്ചോളാൻ പറഞ്ഞു. അത് പഠിച്ചു. ബിടെക്കും പൂർത്തി ശരിക്കായില്ല. അത് കാരണം MTech പഠിക്കാൻ പറഞ്ഞു. അതെ, MTechും പഠിച്ചിട്ട് ശരിയായ കാരണം PhD ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ PhD എടുത്ത് ഡോക്ടറായി. അതെ, ഇനി എന്റെ ഒരു ആഗ്രഹം ITI പഠിക്കണം എന്നുള്ളതാണ്. ഞാൻ 2023 കോതമംഗലത്തെ മാറത്തനീഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്നും പെൻഷനായി. അവിടെ പ്രൊഫസറായിരുന്നു സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ. ഇപ്പോൾ തൃശ്ശൂരിനടുത്ത് മുപ്ലിയത്തുള്ള ICCS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. അത് 2 പെൺകുട്ടികൾ, 2പേരും ജോലിക്കാരാണ്. ഒരാൾ UK JP മോർഗനിൽ വർക്ക് ചെയ്യുന്നു. അടുത്തയാള് ബാംഗ്ലൂർ റോക്ക്വെൽ എന്ന് പറയുന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഭാര്യ ബാങ്കിൽ ജോലി ചെയ്യുന്നു. അപ്പൊ ഇവരെല്ലാം കണ്ടതോടുകൂടി എന്റെ പ്രായം ഒത്തിരി കുറഞ്ഞു. 2 വയസ്സ് അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ ആൾ ചെയ്യാണ് നമ്മുടെ. അതെ, അപ്പൊ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഫോട്ടോ ഇട്ട് കഴിഞ്ഞപ്പോ പറഞ്ഞു ഏറ്റവും കൂടുതൽ പ്രായം കുറവ് തോന്നിക്കണേ എനിക്കാന്നും പണ്ടത്തെമാര് തന്നെ ഇരിക്കണം. സന്തോഷത്തിലാണ്. അതിന് സന്തോഷത്തിലാണ്. കാരണം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, നല്ല മനസ്സ് നന്നായിരിക്കണം. അതെ, നമ്മൾ പാതിരാമണലിന് അടുത്തേക്കൂടെയാണ് പോകുന്നത്. കണ്ടോ, നമ്മൾ ഏറ്റവും അടുത്ത് നമ്മുടെ ബോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഹൗസ് ബോട്ട് ഏറ്റവും അടുത്തേക്കൂടെ പോവുകയാണ്. നമ്മൾ മാക്സിമം അടുത്തുനിന്ന് ഓടിക്കാൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹം മാക്സിമം അങ്ങനെ അടുത്തേക്കൂടെയാണ് ഓടിക്കുന്നത്. ഇത് വരൂ, പ്രവീൺ വി പിലാത്തറ എന്ന് പറയുന്ന കണ്ണൂർ, പയ്യന്നൂർ, ശരി കണ്ണൂരാണ് പിലാത്തറ, കണ്ണൂർ ഡിസ്ട്രിക്ട് കണ്ണൂർ, പയ്യന്നൂരിനടുത്ത് പിലാത്തറയാണ്. ഇദ്ദേഹം പ്രവീൺ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഞാൻ ഇപ്പോൾ ബാംഗ്ലൂരാണ്. ഞാൻ IT ഫീൽഡിൽ വിപ്രോയിൽ വർക്ക് ചെയ്യാണ്. 2 കുട്ടികൾ, ഒരു ഭാര്യ, ഒരു മോനും മോളും അല്ലേ? ഒരു ഭാര്യ ഉള്ളൂ എന്നാണ് അറിയുന്നത്. മോള് MBBS ചെയ്യുന്നു. മോൻ ജോലിയായിരിക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മളിപ്പോ വളരെ എല്ലാവർക്കും ഒരിക്കലും പരിചയപ്പെടാതെ പോകേണ്ട വ്യക്തിത്വങ്ങളിൽ ഒന്നാണിത്. ഒരാൾക്കാരും പരിചയപ്പെടാതെ പോയത് പ്രവീൺ. അയ്യപ്പൻ വാ, താടി നനച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ഞങ്ങൾ അയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. ജിനോ തൃശ്ശൂര് സ്വദേശം. നിങ്ങളുടെ കുട്ടികളെ കുറിച്ച് പറഞ്ഞു. എനിക്ക് ഒരു മൂത്ത മോള് ഒരു
ഒരു മൂത്ത മോള്, ഒരു മൂത്ത മോള്, ഒരു മോന്. ഒരു മോന്. ബിടെക്കിന് പഠിക്കുന്നു. B.Tech. മോള് ജോലിയായി ഐടിയിലാണ്. ഓക്കെ. അപ്പൊ തൃശ്ശൂർ സ്വദേശമാണ്. അപ്പൊ നിങ്ങൾക്ക് തൃശ്ശൂർ എന്തെങ്കിലും ആവശ്യം? ഞാൻ ഖത്തറിലായിരുന്നു. ഖത്തറിലായിരുന്നു. ഇപ്പൊ താൽക്കാലികമായി മടങ്ങി വന്നിരിക്കുന്നു. ഇനിയിപ്പോ തൽക്കാലം പോകണ്ടെന്ന് വിചാരിക്കാം. തൽക്കാലം പോകണ്ട. അപ്പൊ നിങ്ങൾക്ക് എല്ലാ എന്ത് സേവനത്തിനും റെഡി ആയിട്ട് തൃശ്ശൂർ റൗണ്ടിലുണ്ട്. ഇതാണ് ഞങ്ങളുടെ ക്യാമറാമാനും ഞങ്ങളുടെ എല്ലാമായ ബിജു ചവറ. ചവറയിൽ നിന്ന് വരുന്നു, കൊല്ലം ചവറയിൽ നിന്ന്. ബിജുവിന് ഒരു ഭാര്യയും 2 പെൺകുട്ടികളാണ്. ഇപ്പൊ ഷാർജയിൽ അല്ലേ? ഷാർജയിലാണ്. ബിജുവിനെ കുറിച്ച് വേറെ എന്താ ബിജു? അപ്പോൾ താങ്കളുടെ ഒരു ഹോബി മറ്റേ ഇതിനെ കുറിച്ച് പറയും. നിങ്ങൾ വലിയൊരു എന്താണ്, നിങ്ങളൊരു ക്യാമറാമാനും ഫോട്ടോഗ്രാഫ്, നിങ്ങൾ അത് പോയില്ലോ വൈൽഡ് ലൈഫിന്റെയോ എന്തൊക്കെയോ പരിപാടികളുണ്ടെന്ന് പറഞ്ഞ ബിജു. എന്തൊക്കെയാ ബിജു ചെയ്യുന്നത്? ക്യാമറ അല്ല, നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയാണ് മെയിൻ പരിപാടി. നിങ്ങളുടെ കയ്യിലുള്ള ക്യാമറകളുടെ എല്ലാത്തിന്റെയും കൂടി അല്ലെങ്കിൽ ലെൻസിന്റെയും കൂടി ഒക്കെ ഒരു കാൽക്കുലേറ്റഡ് വാല്യൂ എടുത്ത് എത്ര ലക്ഷം ഉണ്ടോ? വില പറയണില്ല. എന്തായാലും 10 ലക്ഷം ഉണ്ടല്ലോ സാധനങ്ങളാണ്. ഓക്കെ, വെരി ഗുഡ്. ഇപ്പൊ ഒരാൾ കൂടി ഉള്ളു, അജി. ഇദ്ദേഹം അഗൈൻ അജി കോട്ടയം, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും ജൂനിയർ ആണ്. പറഞ്ഞേക്കാം, അജി വല്ല തെറ്റിദ്ധരിക്കണ്ട. അല്ലെ ഞങ്ങളുടെ പ്രായം ഉണ്ടെന്ന് വിചാരിച്ചാൽ ഞങ്ങളൊക്കെ പാസ്സാവാൻ വരുമ്പോ പുള്ളി അവിടെ ജോയിൻ ചെയ്യണുള്ളൂ ഒരു കൊല്ലം. അപ്പൊ അവിടെ 92 ജോയിൻ ചെയ്തു. 96 പാസ്സായി പോയി. പുള്ളി ചെറിയ ആളല്ല കേട്ടോ. പുള്ളി MA കോളേജിന്റെ HOD ആണ്. ഒന്ന് പറഞ്ഞോളൂ, ഏത് ഡിപ്പാർട്ട്മെന്റ്? ഇലക്ട്രോണിക്സ് പ്രൊഫസറാണ്, MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. അതെ. താങ്കളുടെ ഭാര്യ, മക്കള്? അതും നിർഭാഗ്യവശാൽ ഒരു ഭാര്യ ഒരു മോനുമാണ് ഉള്ളത്. ഭാര്യ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. മോൻ ഇപ്പൊ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അവൻ ജോലിക്ക്. അപ്പൊ നമ്മൾ എന്തായാലും കൂടെ ഉണ്ടായിരുന്നപ്പോ 7 പേരെയും പരിചയപ്പെട്ടു എല്ലാവരും. അപ്പൊ അല്ലല്ല, ഒരാളെ പരിചയപ്പെടുത്താനുണ്ട്. ആരത്? ഒരാളെ പറ്റി പ്രത്യേകം പറയാനുണ്ട്. ഇതാണ് മിസ്റ്റർ ജെയ്മോൻ ജോസഫ്. ഒത്തിരി വ്യത്യസ്തമായ ആളുകളാണ്. എല്ലാവരും പറഞ്ഞ അവർക്ക് നിർഭാഗ്യവശാൽ ഒരു ഭാര്യ ഉള്ളൂ എന്ന് പറഞ്ഞു. നമുക്ക് ഒത്തിരി ഭാര്യ ഉണ്ടാവും. എത്ര ഭാര്യ എനിക്കെന്നെ അറിയില്ല. ജെയ്മോൻ ജോസഫ് സ്വയമായിട്ട് അദ്ദേഹത്തെ പരിചയപ്പെടുന്നതായിരിക്കും പറയുന്നത്. വിശ്വസിക്കാതില്ല. ഞാൻ സ്ഥലം എറണാകുളത്താണ് താമസിക്കുന്നത്. സ്വദേശം ശരിക്കും അങ്കമാലിയാണ്. ഒരു ഭാര്യ 2 മക്കളാണുള്ളത്. മോൻ ലണ്ടനിൽ വർക്ക് ചെയ്യുന്നു, മോള് കൂടെ തന്നെയുണ്ട്. അപ്പൊ എല്ലാവരെയും ഇങ്ങനെ ഒരു ഒത്തൊരുമയിൽ കാണാൻ പറ്റിയത് വലിയ സന്തോഷമുണ്ട് നമുക്ക്. ഇനി നമ്മൾ എല്ലാ വർഷവും ഒരുമിച്ച് പോകാനായിട്ടുള്ള അടുത്ത വർഷം നമ്മള് ഇന്റർനാഷണൽ ടൂറാണ്. സിംഗപ്പൂരാണ് കേട്ടോ. ഈ ഗെറ്റ് ടുഗദർ നടപ്പിലാക്കിയത് ജെയ്മോന്റെ ഒരാളുടെ ഇതാണ്, കഴിവാണ്. അതിന് പ്രത്യേകം ഒരു അഭിനന്ദനങ്ങൾ. അപ്പൊ നമ്മളെല്ലാവരും കൂടി ഇനിയും കൂടുതൽ കാണാനും ഇപ്പൊ KVGCയിൽ, അതായത് നമ്മുടെ KVG കോളേജിൽ നമ്മുടെ ബാച്ചിൽ പഠിച്ചവരും ഉള്ളവരും നമ്മൾ കണക്ഷൻ വിട്ടുപോയവരും എല്ലാവരും ഇതിൽ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറും കാണിക്കും. ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞങ്ങൾ പരിചയമുള്ളവരും അവിടെ വന്നു പോയവരും എല്ലാവരുമായിട്ട് നമ്മളെല്ലാവരും. ഇപ്പം നമ്മളെന്താ പ്രശ്നം വെച്ചാൽ മെയിൻ ഒരു ഇഷ്യൂ, ഇപ്പൊ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ സോഷ്യൽ മീഡിയ ഉള്ള സമയമാണ്. നമ്മൾ പഠിക്കുമ്പോൾ മൊബൈലിലൊന്നുമില്ല. 93 പാസ്സായവരാണ്. 32 വർഷമായി ഇല്ലേ? നമുക്ക് 32 വർഷമൊക്കെ ആയ ആൾക്കാരാണ്. അപ്പൊ എന്തായാലും ഇങ്ങനൊരു ചേരാനായിട്ട് പറ്റിയ സന്തോഷം. അപ്പൊ ഞങ്ങളെ കണക്ട് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവരും അവിടെ പഠിച്ചവരും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്യാങ്ങിലേക്ക് സ്വാഗതം ചെയ്തു. അപ്പൊ എന്തായാലും നന്ദി. ഈ വാച്ച്
കേട്ടിട്ടില്ല? താൻ തോന്നി എന്നുള്ള പടത്തില്ല. കാലം പറഞ്ഞതും കൊള്ളാണേ, കാറ്റു പറഞ്ഞതും കടലു പറഞ്ഞതും കാലം പറഞ്ഞതും കൊള്ളാണേ, കാലം പറഞ്ഞതും പൊള്ളാണേ. പൊള്ളല്ല പൊന്നേ ഉള്ളകമാകെ ഉള്ളുന്ന നോവാണേ. ആൻ പാടിടാ ഗാനമായ ഓർമ്മകൾ നീ നിറയൂ ജീവനിൽ പുളകമാ. പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ടു മണ്ണിൻ മനസ്സിൽ. പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ.